പ്രകാശമേ മിഴി തുറക്കുക വേഗം. യോഹന്നാന്റെ പിതാവായ സഖറിയായുടെ കീർത്തനമാണ്. ഇതിനെ ബെനദിക്തൂസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ദൈവമായ കർത്താവ് ഇസ്രായേലിന് ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് കീർത്തനം ആലപിക്കുന്ന സഖറിയ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന നന്മകളെ ഓർത്ത് കീർത്തനം ആലപിക്കുവാൻ സഖറിയായുടെ ജീവിതം നമുക്ക് വഴികാട്ടിയാണ്. സഖറിയായെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിന്റെ നല്ല കാലങ്ങളിലൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തി. പക്ഷേ ദീർഘനാള് കർത്താവിന്റെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്ത സഖറിയ, അവൻ അതുകൊണ്ട് തന്നെ ദൈവം ആരാണെന്നും ദൈവത്തിന്റെ ജ്ഞാനം എന്നും നമുക്ക് തിരിച്ചറിയുവാനുള്ള കൃപ ലഭിച്ചവനായിരുന്നു സഖറിയ. അതുകൊണ്ട് സഖറിയ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ദാനങ്ങളെയൊക്കെ വ്യക്തമായും അറിഞ്ഞവരുമാണ്. അതുകൊണ്ട് സഖറിയ നന്ദി പറയുകയാണ്. ബെനദിക്തൂസ് എന്ന് പറയുന്ന എന്ന് വിളിക്കപ്പെടുന്ന തൻ്റെ സ്തോത്രഗീതത്തിലൂടെ എന്ന കീർത്തനത്തിലൂടെ സഖറിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്ക് ജീവിതത്തിലുടനീളം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി മാറാം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകണമെങ്കിൽ സഖറിയായെ പോലെ ദൈവഭവനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി നമ്മൾ മാറണം. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, സഖറിയായുടെ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. സഖറിയായുടെ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളുടെ മുമ്പിലും നിനക്ക് നന്ദി പറയുന്നവരായി മാറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക